ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് രണ്ടുപേരും എന്നോട് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ചെറിയ കുട്ടിക്ക് കഴിക്കാനുള്ള അളവാണ് കേട്ടോ. ആദ്യം ഇതുപോലത്തെ 2 ചെറിയ ക്യാരറ്റ് എടുക്കുക, എന്നിട്ട് അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു ചെറിയ പാനിൽ 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഒരു നുള്ളു ഉപ്പിട്ട് വഴറ്റുക. ശേഷം ഇതുപോലെ ഒന്ന് വഴണ്ടി വന്നാൽ നമുക്കത് ചൂടാകാൻ വേണ്ടി മാറ്റി വെക്കാം. പിന്നെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിൽ ഒരു മുട്ട, ഒരു ഏലക്കായ്, കുറച്ച് പനക്കൽക്കണ്ടത്തിന് പകരം നിങ്ങൾക്ക് പഞ്ചസാരയോ 2-3 ഈത്തപ്പഴമോ ചേർക്കാം. ഇതൊക്കെ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് 2 ബദാം, 2 കാഷ്നട്ട്, ഒരു ഈത്തപ്പഴം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അതിലേക്ക് ചേർക്കുക. നട്ട്സ് അലർജി ഉള്ള കുട്ടികളാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. പിന്നെ നമ്മളെ ക്യാരറ്റും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ പാൻ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക. എന്നിട്ട് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഒരു ഇത്തിരി നെയ്യ് പാനിൽ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് മാവ് അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ മാറ്റി വെച്ച കുറച്ച് നട്ട്സ് അതിൻ്റെ മേലെ വിതറി കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് അടുപ്പിൽ അത് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ 3 മിനിറ്റും 30 സെക്കൻഡും വേവിക്കുക. ഞാനൊരു 1/2 മിനിറ്റ് കൂടിപ്പോയി വേവിച്ചത് വീഡിയോ എടുക്കണ കാരണത്താൽ. സമയം നല്ലോണം ശ്രദ്ധിക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് മറിച്ചിട്ടിട്ട് ഇതുപോലെ ഒരു 10 സെക്കൻഡ് വേവിക്കുക. അപ്പോൾ നമ്മൾ ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്കൊക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.